സമൂഹത്തിന് മാതൃകയായി മാറിയ പൊതുപ്രവർത്തകൻ കൊടിക്കുന്നിൽ സുരേഷ്. മൂവർണ്ണക്കൊടി പാറുന്നു, വിജയകാഹളം ഉയരുന്നു. മൂവർണ്ണക്കൊടി പാറുന്നു, വിജയകാഹളം ഉയരുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ ഓരോ ജനതയും പാടുന്നു. ഒന്നാണു നമ്മൾ കോൺഗ്രസിൻ തണലിൽ ഭാരത മണ്ണിനെ രക്ഷിക്കാം. ഒന്നാണു നമ്മൾ കോൺഗ്രസിൻ തണലിൽ ഭാരത മണ്ണിനെ രക്ഷിക്കാം. നമ്മുടെ സാരഥി കൊടിക്കുന്നിൽ, 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 കൊടിക്കുന്നിൽ സുരേഷ്. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ, തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ. നാടിന്റെ രക്ഷയ്ക്ക് നാം അറിഞ്ഞിടണം ചെയ്തങ്ങ് കൂട്ടുന്ന ദുഷ്കൃതങ്ങൾ. നാട്ടാരെ ചുറ്റിച്ചവർ ചെയ്തു കൂട്ടുന്ന കള്ളക്കളികൾ അറിഞ്ഞിടണം. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ, തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ. വിശ്വാസത്തിൻ വേരുമുറിച്ചവർ നാടിൻ ഐക്യം പൊട്ടിച്ചോർ പ്രളയക്കെടുതിയും പണമാക്കി. അവർ കേരള മണ്ണിന് വിപത്തായി. ഒന്നാണു നമ്മൾ, ഒന്നാണു നമ്മൾ കോൺഗ്രസ് തണലിൽ ഭാരത മണ്ണിനെ രക്ഷിക്കാം. നമ്മുടെ സാരഥി കൊടിക്കുന്നിൽ, 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 കൊടിക്കുന്നിൽ സുരേഷ്. ഒന്നായി നമ്മൾ പൊരുതുക ഇനിയും കോൺഗ്രസിൻ തണലിൽ മുന്നേറാം. നമ്മുടെ സാരഥി കൊടിക്കുന്നിൽ, 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 കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ, കൊടിക്കുന്നിൽ, കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ, കൊടിക്കുന്നിൽ, കൊടിക്കുന്നിൽ സുരേഷ്. വിജയവീഥി വീണ്ടും ഒരുക്കാം. കൊടിക്കുന്നിൽ സുരേഷിനെ തിരഞ്ഞെടുക്കാം. മാവേലിക്കരയാകെ മാറ്റിയെടുത്ത ദീർഘവീക്ഷണത്തിനൊട്ടു കൊടുക്കാം.
ഈ ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കണം. വളരെ ഗൗരവതരമായ ഒരു കൺവെൻഷൻ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ, അത് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാരുടെ ഒരു കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് പുതിയൊരു മാനമുണ്ട്. ഇന്നലകളിൽ നമ്മൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വോട്ട് തേടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ മത്സരിച്ച് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച മണ്ണാണ് ഈ മാവേലിക്കരയുടെ മണ്ണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് തേടുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് തേടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടല്ല, ആവശ്യപ്പെട്ടുകൊണ്ടല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും വോട്ട് ചോദിക്കുന്നത് ഞാനും നിങ്ങളും ജനിച്ചു വീണ നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മാതൃപ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹത്തായ പ്രസ്ഥാനം. സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മാത്രമാണോ ഈ രാജ്യത്തിന് ജനാധിപത്യവും മതേതരത്വവും സമ്മാനിച്ച പ്രസ്ഥാനം, ഈ രാജ്യത്തിന് ഐക്യം സമ്മാനിച്ച പ്രസ്ഥാനം? ഞാനും നിങ്ങളും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യ, 6000-ൽ പരം ചെറുതും വലുതുമായ ഭാഷകളുണ്ട് ഇന്ത്യ. ഇത്രമാത്രം വൈരുദ്ധ്യമുള്ള ആചാരത്തില്, അനുഷ്ഠാനത്തില്, രൂപത്തില്, ഭാവത്തില്, വേഷത്തില്, വിശ്വാസത്തില് ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു മഹാരാജ്യത്തെ ഇന്ത്യയാക്കി മാറ്റിയ നമ്മൾ, മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനം, ജവഹർലാൽ നെഹ്റുവിന്റെയും അബ്ദുൽ കലാം ആസാദിന്റെയും വല്ലഭായ് പട്ടേലിന്റെ പ്രസ്ഥാനം, ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ചുടുചോര ഈ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പ്രസ്ഥാനം, ആ പ്രസ്ഥാനം വളർത്തിയെടുത്തിയ ഇന്ത്യ ഇന്ന് മതവർഗീയവാദികളുടെ, ഫാസിസ്റ്റുകളുടെ കൈയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്തെ മുച്ചൂടും തകർക്കുന്ന, നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന, നമ്മളിലെ മനുഷ്യത്വത്തെ തകർക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിന് അറുതി വരുത്താൻ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു വരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. ആ ഗൗരവം മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മണ്ണിനെ സംരക്ഷിക്കാൻ, ഈ മണ്ണിന് നമ്മൾ കൊടുത്ത ഏറ്റവും മഹത്തായ ധർമ്മങ്ങളെ, സന്ദേശങ്ങളെ ഈ രാജ്യത്ത് നിലനിർത്താൻ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ജൈനനും ബൗദ്ധനും ആദിവാസിയും ദളിതനുമെല്ലാം ഒന്നിച്ച് ഏകോദര സഹോദരൻ പോലെ ജീവിക്കുന്ന ഈ മണ്ണിനെ ചോരക്കളമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വർഗീയതയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അരുതേ കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പോരാടാൻ അവകാശമുള്ളവർ, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മുടെ നേതാക്കന്മാരുടെ പിന്മുറക്കാരായ നമ്മക്കാണ് എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ കാര്യം ഞാൻ പറയണോ? നമ്മൾ ജീവിക്കുന്ന കേരളം, എന്തിനാ കേരളത്തെ കുറിച്ച് അധികം പറയുന്നത്? നമ്മുടെ അനുഭവം, നമ്മൾ ജീവിക്കുന്ന അനുഭവമല്ലേ നമ്മുടെ സാക്ഷി. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത മണ്ണായി കേരളം മാറിയിരിക്കുന്നു. അക്രമത്തിന്റെ മണ്ണായി, അരാജകത്തിന്റെ മണ്ണായി, അഴിമതിയുടെ മണ്ണായി, പിൻവാതിൽ നിയമനത്തിന്റെ മണ്ണായി, പോക്സോ പ്രതികളുടെ മണ്ണായി
ഈ രാജ്യം, ഈ സംസ്ഥാനം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്കെതിരെ അവർക്കൊരു ചൂണ്ടുപലകയായി നിന്നുകൊണ്ട് നിങ്ങളുടെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം നമ്മൾ ഈ വോട്ടവകാശത്തിലൂടെ വിനിയോഗിക്കണം. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ ഈ മണ്ണിൽ തറപറ്റിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും പുറത്തേക്ക് പോകാൻ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, ഈ തെരഞ്ഞെടുപ്പ് വെറുതെ ജയിപ്പിക്കാനല്ല, വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, കടമ, അത് ഏറ്റെടുക്കാൻ ബാധ്യതയുള്ളവരാണ് നമ്മളെല്ലാവരും എന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നിച്ചു നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമായി കണ്ടുകൊണ്ട് ആ യുദ്ധത്തിൽ നമ്മുടെ തേര് നളിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കാം, ഒറ്റക്കെട്ടായി നിൽക്കാം. ആ അന്തിമ വിജയം നമ്മുടേതായിരിക്കും. വൻപിച്ച ഭൂരിപക്ഷത്തിനോടുകൂടി ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട, മാവേലിക്കരയുടെ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുന്നതിന് ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി, ആരാധനായ മാവേലിക്കരയുടെ MP, നമ്മുടെ പാർലമെന്റ് അതിർത്തിയായ അച്ചൻകോവിൽ മുതൽ കുട്ടനാട് വരെ രാവും പകലും സാധാരണക്കാരന് വേണ്ടി ഓടി നടക്കുന്ന, ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നമ്മൾ എപ്പോഴും ഏത് മണ്ഡലത്തിലും എന്നും കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയങ്കരനായ അധ്യക്ഷൻ, UDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ, ഏറെ പ്രിയങ്കരനായ ശ്രീ ഗോപൻ, ബഹുമാനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ മാവേലിക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ M. മുരളി XMLA അവർ, ഇവിടെ നമ്മളോട് സംസാരിച്ച മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള AICCയുടെ കോർഡിനേറ്റർ പ്രിയങ്കരനായ ശ്രീ ടോമി കലാനി, ബഹുമാനായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കോശി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മാവേലിക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട് നിയോജകമണ്ഡലങ്ങളുടെ ചുമതല വഹിക്കുന്ന അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ്, ചീഫ് ഏജന്റ് ബഹുമാനായ ശ്രീ KR മുരളീധരൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനുമായ അനീബ മൗലവി, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയുമായ പ്രിയപ്പെട്ട ശ്രീ തോമസ് കുറ്റിശ്ശേരി, പ്രിയങ്കരനായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ട്രഷററും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ അനൂപ് താജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ഹരിപ്രകാശ്, ശ്രീ അനി വർഗീസ്, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ എല്ലാ ഐക്യജനാധിപത്യങ്ങളുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, നമ്മുടെ UDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ അമൃതേശ്വരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസം 26-ാം തീയതി നടക്കുന്ന വിധിനിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കൺവെൻഷനാണ് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞാൻ ഹാർദവുമായി അഭിവാദ്യം ചെയ്യുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഈ കടുത്ത വെയിലിലും ഐക്യ ജനാധിപത്യങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൻപിച്ച വിജയമാക്കുവാൻ വേണ്ടി ഈ കൺവെൻഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും അടക്കമുള്ള ഐക്യ ജനാധിപത്യമുള്ള പ്രവർത്തകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തികച്ചും ബോധവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്കും ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണത്തിലേക്കും കൊണ്ടുപോകുന്ന അതിഭയങ്കരമായ ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെയും തങ്ങൾക്കെതിരായി അഭിപ്രായം പറയുന്നവരെയും ജയിലടയ്ക്കുവാനും അവരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുവാനും മുഖ്യമന്ത്രി ആയാൽ പോലും വെറുതെ വിടാത്ത മുഖ്യമന്ത്രി ആയാൽ പോലും തങ്ങളെ വിമർശിക്കുന്നു എങ്കിൽ അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പത്തി വിടർത്തി നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം മതി, ഇവിടെ ഞങ്ങൾ മാത്രം ഈ രാജ്യം ഭരിച്ചാൽ മതി, ഞങ്ങളല്ലാതെ മറ്റാരും ഇവിടെ വേണ്ട, ഞങ്ങളെല്ലാം തീരുമാനിക്കും എന്ന ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു കളിരംഗമായി നമ്മുടെ രാജ്യത്ത് മാറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു. EVM പോലും ഇലക്ട്രോണിക് മിഷൻ തെരഞ്ഞെടുപ്പ് മിഷൻ പോലും അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം BJPയും അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനും ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരാനും ഏത് തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനവും നടത്തുവാൻ മടിയില്ലാത്തവരാണ് എന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുക. മതന്യൂനപക്ഷങ്ങളെ ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമാകാത്ത മതന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ വിഭാഗങ്ങളെയും ഭീഷണിപ്പെടുത്തുക, അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുക, അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, അവരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ജയിലടയ്ക്കുക. അതോടൊപ്പം തന്നെ ആ പൗരത്വ നിയമവും അതുപോലെ സിറ്റിസൺ അമെൻമെന്റ് ആക്റ്റും ഒക്കെ കൊണ്ടുവന്ന് അവരെ പാവപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല. നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, നമുക്ക് പരാജയങ്ങളുണ്ട്. അതൊക്കെ ഇന്നലകളിൽ നടന്ന നീതിപൂർവമായ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള വിധിയെഴുത്തുകളാണ്. എന്നാൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടില്ലേ, തങ്ങളെ പ്രതിപക്ഷ നേതാക്കന്മാരെ വിലക്കെടുക്കുക, പ്രതിപക്ഷ MP-മാരെയും MLA-മാരെയും വിലക്കെടുക്കുക, പ്രതിപക്ഷം ഭരിക്കുന്ന ഗവൺമെന്റുകളെ അട്ടിമറിക്കുക, പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ വീടുകളിൽ ED-യെയും അതോടൊപ്പം നമ്മുടെ ഇൻകം ടാക്സുകാരെയും CBI-കാരെയും വിട്ട് അവരെ ത്രട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ വീട്ടു തടങ്കലാക്കുക, അവരുടെ ബിസിനസ്സുകളെല്ലാം തകർക്കുക, അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക. ഇത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളതാണോ? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം നാം പിന്നിടുമ്പോൾ അതിൽ 60 വർഷവും ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാനും നമ്മൾ മാത്രം മതി, കോൺഗ്രസ് മാത്രം മതി, മറ്റാരും ഈ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിച്ച് അത്തരത്തിലൊരു ഭരണഘടന ഈ രാജ്യത്ത് രൂപം കൊടുത്തിരുന്നു എങ്കിൽ ഇവിടെ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഉണ്ടാകുമായിരുന്നോ? ഇവിടെ BJP ഉണ്ടാകുമായിരുന്നോ? ഇവിടെ മറ്റു പാർട്ടികൾ ഉണ്ടാകുമായിരുന്നോ? കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് വിശാലമായ ജനാധിപത്യമായി. എല്ലാ 5 വർഷവും തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ
ഗവൺമെന്റുകളെ പ്രതിഷ്ഠിക്കുവാനുള്ള, നിലവിലുള്ളവരെ മാറ്റുവാൻ, പുതിയവരെ പരീക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചു. ആ ജനാധിപത്യം ഒരു പരീക്ഷണശാലയായി നമ്മുടെ രാജ്യത്ത് മാറിയെങ്കിൽ ഇന്ന് എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല. ഇന്നലകളിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പല്ല. ഒരു പരാജയമുണ്ടായാൽ നമ്മൾ ആ പരാജയം അടുത്ത പ്രാവശ്യം അതിനെ നമുക്ക് ആ പരാജയത്തിൽ നിന്ന് വിജയമുണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്താകട്ടെ, അസംബ്ലി ആകട്ടെ, പാർലമെന്റ് ആകട്ടെ, നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്താണ്? ഇതൊരു പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമോ എന്ന് നമ്മൾ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും 4-5 പേരെയും അംഗങ്ങളാക്കി വെച്ചുകൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കണ്ടില്ല. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന BJPയുടെ മുദ്രാവാക്യം, അനുകൂലമായ ഒരു റിപ്പോർട്ട് മുൻ രാഷ്ട്രപതിയെ കൊണ്ട് തയ്യാറാക്കി ഇപ്പോഴത്തെ രാഷ്ട്രപതി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭൂരിപക്ഷം കിട്ടി ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഒരു രാജ്യം BJPക്ക് മാത്രമായ ഒരു തെരഞ്ഞെടുപ്പായി ഇവരിതിനെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് നമ്മുടെ ഭരണഘടനയിലെ പ്രത്യേകം വ്യവസ്ഥകളും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കി നമ്മൾ രൂപീകരിച്ച നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിഷ്പക്ഷവും നീതിപൂർവമായി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമുക്കറിയാം, നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചവരാണ്. ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെയും സ്വാധീനിച്ച്, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ സ്വാധീനിച്ച് തുടർച്ചയായി ഭരണത്തിൽ വരാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. നമുക്കറിയാം, TN ശേഷനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വടിയെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നപ്പോഴും ആ TN ശേഷനെ ഈ രാജ്യത്ത് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്ത് നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത്രയേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ നിഷ്പക്ഷമായി നീതിപൂർവമായി അതിൽ അംഗങ്ങളായി വരുന്നവർ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നവരായിട്ടാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വരുന്ന ആരാണ്? ഗുജറാത്തിലെ മോഡിയുടെ വിശ്വസ്തന്മാരാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാനും അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറും അംഗങ്ങളുമായിട്ട് വരുന്നത്. മോദിക്ക് അനുകൂലമായി അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മീഷണർമാരാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് എത്ര കാലം നീളും? വീണ്ടും BJP ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ, നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ പറയുകയാണ്, ഞങ്ങൾ 400 സീറ്റ് നേടും, BJP മാത്രം ഒറ്റയ്ക്ക് 360 സീറ്റ് നേടും, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കക്ഷികൾ കൂടി ചേരുമ്പോൾ ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഇലക്ഷന്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 1ാം ഘട്ടമോ 2ാം ഘട്ടമോ 3ാം ഘട്ടമോ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ആയിട്ടില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? ഞങ്ങൾ 400 സീറ്റ് നേടുമെന്നാണ്. ഞങ്ങൾ 400 സീറ്റ് നേടും, 360 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടും. ഇവിടുത്തെ പ്രതിപക്ഷം അടുത്ത പ്രാവശ്യം ലോക്സഭയുടെ ഗാലറിയിലായിരിക്കും ഇരിക്കാൻ പോകുന്നത് എന്നൊരു പ്രധാനമന്ത്രി പറയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം കൃത്രിമം ചെയ്യുവാൻ BJP തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രധാനമന്ത്രിക്ക് 400 സീറ്റ് കിട്ടുമെന്ന് ഇത്രയും നേരത്തെ എങ്ങനെ പറയാൻ കഴിയും? ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എങ്ങനെ ചിന്തിക്കുന്നു?
അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്കറിയാം, ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് 1999 2004 അധികാരത്തിലിരുന്ന വാജ്പേയിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് 4 സംസ്ഥാനം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി 6 മാസം ബാക്കി നിൽക്കെ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അവർ അന്ന് ഉയർത്തിയ മുദ്രാവാക്യമാണ് ഇന്ത്യ ഈസ് ഷൈനിങ്. ആ മുദ്രാവാക്യം വെച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ പോയി. എന്ത് സംഭവിച്ചു? BJP പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് 4 സംസ്ഥാനങ്ങളിലെ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പാർലമെന്റ് പിരിച്ചുവിട്ട് 6 മാസം തെരഞ്ഞെടുപ്പിലേക്ക് പോയ BJP പരാജയപ്പെടുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA അധികാരത്തിൽ വരികയും ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ NDA ഗവൺമെന്റ് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുക? ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ ചിന്താഗതി മാറുവാൻ നിമിഷങ്ങൾ മതി, മണിക്കൂറുകൾ മതി, ആഴ്ചകൾ മതി. വോട്ടർമാരുടെ ചിന്താഗതി മാറാൻ ഇപ്പോൾ ആർക്കനുകൂലമായ ട്രെൻഡാണോ അത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ആ ട്രെൻഡ് മാറി. ജനങ്ങളുടെ ട്രെൻഡ് മാറാൻ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ട്രെൻഡുകൾ മാറി മാറി വരും. അതുകൊണ്ട് മോദി അവകാശപ്പെടുന്ന ഈ 400 സീറ്റ് എങ്ങനെയാണ് മോദിക്ക് പറയാൻ കഴിയുക? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് ഇനിയും എത്രയോ ഒരു 1.5 മാസക്കാലം നിലനിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1.5 മാസക്കാലം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളപ്പോൾ തന്നെ പ്രധാനമന്ത്രി 2 മാസങ്ങൾക്ക് മുമ്പ് ആ 400 സീറ്റ് പ്രഖ്യാപിച്ചുവെങ്കിൽ അപകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് കേവലം നമ്മൾ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുപോലെ അല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം കോൺഗ്രസ് സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ഭരണഘടനയിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ച ജനാധിപത്യവും മതേതരത്വവും പാർലമെന്ററി ജനാധിപത്യ സംവിധാനങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കണമോ എന്നുള്ളതാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനും അവരുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനും നാം നൽകിയ സ്വാതന്ത്ര്യം അതിനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ രാഷ്ട്ര നായകന്മാർ, മഹാത്മജി ആയിരുന്നാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നാലും അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ വിദഗ്ധന്മാരും ഭരണഘടനാ ശില്പികളും അതുപോലെ രാജ്യതന്ത്രജ്ഞന്മാരുമായ നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമ്മാനിച്ച ഭരണഘടനാ മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം, അത് മുറുകെ പിടിക്കാൻ കഴിയണം. അങ്ങനെ മുറുകെ പിടിക്കണമെങ്കിൽ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യത്തെ കുതിര കച്ചവടത്തിലൂടെയും ഗയാറാമിലൂടെയും അല്ലെങ്കിൽ പണം കൊണ്ട് വിലക്കെടുക്കുന്ന സമ്പത്ത് കൊണ്ട് ജനപ്രതികളെ വിലക്കെടുക്കുന്ന ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ BJPയുടെ ഈ ഭരണകൂടത്തെ നമുക്ക് ചവിട്ടി പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യം അന്ധകാരത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന വസ്തുത അംഗീകരിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ ഭരണഘടനാ ആ മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമുക്കറിയാം, ഇവിടെ ടോമി കല്ലാനി പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്, ആരാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്? ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സമ്പത്ത് കൊള്ളയടിച്ചു, നമ്മളെ അടിമകളായി കണ്ടു. നമ്മുടെ രാജ്യത്തെ അവർ പല ജാതിയുടെയും സമുദായത്തിന്റെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു. അങ്ങനെ ഈ ഭിന്നിപ്പിച്ച് ഭരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരെ, ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റിയ ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ മഹാത്മജിയുടെയും അതുപോലെ തന്നെ എത്രായിരം ജ്ഞാതരും അജ്ഞാതരുമായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. നാം സൃഷ്ടിക്കപ്പെട്ട ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്രശില്പി, അദ്ദേഹം അടിത്തറയിട്ട ഈ ഭാരതം ഇത് നമ്മുടേതാണ്. ഈ രാജ്യം നമ്മുടേതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ജനങ്ങൾക്ക് സമ്മാനിച്ചത് നമ്മുടെ പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
മാവേലിക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, തീക്ഷ്ണമായ പ്രവർത്തനത്തിലൂടെ ശക്തമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനും നമ്മുടെ പാർലമെന്റിനെയും നമ്മുടെ നിയമസഭകളെയും ഒക്കെ തന്നെ അതിന്റെ അന്തസ്സോടുകൂടി പ്രവർത്തിക്കുവാനുള്ള വേദികളായി മാറ്റണമെങ്കിൽ തീർച്ചയായും ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കണം. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത, പ്രതിപക്ഷത്തോട് ബഹുമാനമില്ലാത്ത, അതോടൊപ്പം തന്നെ തങ്ങളെ അനുകൂലിക്കാത്തവരെ മൊത്തം ജയിലടയ്ക്കുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ നമ്മുടെ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നിച്ചു നിന്ന് BJPക്കെതിരായ വോട്ടുകൾ ചിഹ്നിച്ചെതറി വീണ്ടും BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടികളുമായി പോലും ഐക്യമുണ്ടാക്കി നമ്മൾ ഒരു വലിയ പോരാട്ടത്തിന്, ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ പ്രവർത്തകർ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന കടമകൾ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറണം. അതുപോലെ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയായി മാറണമെങ്കിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ച് കയറണം. ഈ 20 സീറ്റുകൾ, കേരളത്തിലെ 20 സീറ്റുകളിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ, BJP അധികാരം താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ അത് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അധികാരത്തിൽ നമുക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും 20-ൽ 19 MP-മാരെ കേരളത്തിൽ നിന്ന് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് കേരളത്തിന്റെ കഴിഞ്ഞ അല്ലെങ്കിൽ 17ാം ലോക്സഭയിൽ പ്രതിപക്ഷ നിരയിൽ തിളങ്ങിയതും വിളങ്ങിയതും, അതല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമായത് കേരളത്തിൽ നിന്നുള്ള 19 UDF MP-മാരായിരുന്നു എന്ന കാര്യം അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ആ ഇന്ത്യ സഖ്യത്തിൽ ഈ കേരളത്തിലുള്ള UDF MP-മാർ അവർ തലയുയർത്തി നിൽക്കാൻ, അവർക്ക് പ്രത്യേക പ്രാധാന്യം ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ 20 സീറ്റുകൾ നമ്മൾ ജയിക്കണം. അതിനനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. കേരളത്തിൽ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. എന്നാലും നമ്മൾ 20 മണ്ഡലങ്ങളിലും അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടുവാൻ പ്രാപ്തരല്ലാത്ത പ്രാപ്തിയില്ലാത്ത സ്ഥാനാർത്ഥികളാണ് ഇന്ന് LDF അവതരിപ്പിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവതരിപ്പിക്കാവുന്ന, അവർക്ക് കണ്ടെത്താവുന്ന സ്ഥാനാർത്ഥികളെ അവർ നിർത്തിയിരിക്കുന്നു. പക്ഷേ അവർ ഏതൊക്കെ സ്ഥലത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുമാണ് അവർ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 ആയിരുന്നുവെങ്കിൽ ഇത്തവണ 20-ൽ 20-ലും നമ്മൾ ജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി കിടക്കുന്നില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ മാത്രം സ്ഥാനാർത്ഥിയാണ്. നേരത്തെ ഇവിടെ വിശദീകരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി നമ്മൾ മാറണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയും പ്രാധാന്യവും അതിന്റെ ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ എന്തെല്ലാം ത്യാഗം അനുഭവിച്ചു, എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു, എത്ര മാസം അവർ ജയിലിൽ കിടന്നു, മാസങ്ങൾ മാത്രമല്ല വർഷങ്ങൾ ജയിലിൽ കിടന്നില്ലേ. നമുക്കറിയാം, നമ്മൾ ആൻഡമാൻ നിക്കോബാറിൽ പോകുമ്പോൾ അവിടെ കാണുന്ന ജയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ കോൺഗ്രസുകാരെ പാർപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ജയിലിൽ പോയി നമ്മൾ കണ്ടിട്ടുള്ളവരുണ്ടാകും. എത്ര ജയിലുകളാണ് ഇന്ത്യയുടെ പല ഭാഗത്തും നിർമ്മിക്കപ്പെട്ടത്. എത്ര ജയിലറകളിലാണ് നമ്മുടെ കോൺഗ്രസുകാരായ നമ്മുടെ പൂർവികന്മാരെ അവർ പാർപ്പിച്ചത്. എന്തുമാത്രം പീഡനങ്ങളും എന്തുമാത്രം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മർദ്ദനങ്ങൾക്കും അവർ ഇരയായി. പക്ഷെ അവർ പിന്മാറിയില്ല, അവർ പുറകോട്ട് പോയില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ നെഞ്ചു നിവർത്തി നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യ സമരത്തിനെ വിശേഷിപ്പിക്കാവുന്ന, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾ, കതറിട്ട കോൺഗ്രസിന്റെ കതർ വസ്ത്രം മാത്രം ധരിച്ച കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് നയിച്ച ത്യാഗോജ്ജലമായ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ പ്രക്ഷോഭത്തിന്റെ ഗുണഫലങ്ങളാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ന് വീണ്ടും ഈ രാജ്യം കാരാഗ്രഹത്തിലേക്ക് പോവുകയാണ്. വീണ്ടും ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ്. വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇവിടെ പിച്ച് ചീന്തപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ജനാധിപത്യ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ധരിച്ചാലും ഞാൻ ഈ എന്റെ ഉത്തരവാദിത്വം, എന്റെ കടമ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ യാതൊരു സംശയവുമില്ല. ഈ ഏപ്രിൽ മാസം 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി ജൂൺ 5-ാം തീയതിയോ 6-ാം തീയതിയോ ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധി 2 യാത്രകൾ നടത്തി. ആർക്ക് വേണ്ടിയാണ്? 4600 കിലോമീറ്റർ ദൂരം 140 ദിവസം കൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നു. അദ്ദേഹം വെറുതെ നടന്നുപോയില്ല. അദ്ദേഹം ഓരോ കിലോമീറ്ററുകൾ പിന്നിടുമ്പോഴും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായി തന്നോടൊപ്പം നടക്കുകയായിരുന്നു. അവരോട് വിവരങ്ങൾ ചോദിക്കുകയായിരുന്നു. കൃഷിക്കാർ, തൊഴിലാളികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, അതോടെ ദളിതർ, ആദിവാസികൾ, വികലാംഗർ, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് അദ്ദേഹം രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തിയത്. ആ രണ്ടാം ഭാരത് ജോഡോയിലും ഇന്ത്യയുടെ ആത്മാവിനെ അദ്ദേഹം കണ്ടെത്തി. ഇന്ത്യയുടെ ആത്മാവിനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെ ജനകോടികൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, കഷ്ടപ്പാടുകൾ, കൃഷിക്കാരൻ അനുഭവിക്കുന്ന അവന്റെ ദുഃഖം, ദുരിതം, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾ, ഈ രാജ്യത്തെ തൊഴിലാളികൾ അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയി. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ, ഈ രാജ്യത്തെ അദാനിയുടെയും അംബാനിമാരുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമായി മാറിയത് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കി. അദ്ദേഹം പാവപ്പെട്ടവരുമായി സംവദിച്ചപ്പോൾ തൊഴിലാളികളും കൃഷിക്കാരും ദളിതരും ആദിവാസികളും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പരിച്ഛേദങ്ങളെ അദ്ദേഹം കണ്ടപ്പോൾ, അവരുമായി സംസാരിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്, ഈ രാജ്യത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരും എങ്ങനെ ജീവിക്കുന്നു, തൊഴിലാത്ത ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്, അതുപോലെ മൈഗ്രന്റ് തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഈ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന അതിസങ്കീർണമായ ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യൻ മോദിയല്ല രാഹുൽ ഗാന്ധിയാണ് എന്ന് അസന്നിഗ്ധമായി പറയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വോട്ടർമാർ നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ്. കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെ വോട്ടർമാർ നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ്. നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലും UDF അനുകൂലമായി ചിന്തിക്കുന്ന വോട്ടർമാരാണ്. അത് നമുക്ക് മനസ്സിലായി. നമ്മുടെ റോഡ് ഷോ മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ നമ്മൾ ആരംഭിച്ച ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്ന് നമ്മൾ മാവേലിക്കരയിലേക്ക് നടത്തിയ റോഡ് ഷോയിൽ നമ്മൾ കണ്ടത് എന്തൊരു ആളുകളുടെ ആവേശമായിരുന്നു. നമ്മൾ റോഡ് ഷോയുമായി മുന്നോട്ട് പോയപ്പോൾ വീടുകൾക്ക് മുന്നിലും വഴിയോരങ്ങളിലും കണ്ട ആൾക്കൂട്ടം, അവർ അഭിവാദ്യം ചെയ്തു, അവർ നമ്മളെ സ്വീകരിച്ചു, അവർ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാ മണ്ഡലങ്ങളും ഇതാണ് സ്ഥിതി. തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇലക്ഷൻ എത്രയും വേഗം വരട്ടെ എന്നവർ കാത്തു നിൽക്കുകയാണ്. കാരണം അവരാകെ വീർപ്പുമുട്ടി കഴിയുകയാണ്. വിലക്കയറ്റം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട്, പട്ടിണി കൊണ്ട്, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട്, പെട്രോൾ ഡീസലിന്റെ വിലവർദ്ധനവ് കൊണ്ട്, പെൻഷൻ കിട്ടാത്തവർ, അങ്ങനെ ശമ്പളം കിട്ടാത്തവർ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആളുകൾ വീർപ്പുമുട്ടി കഴിയുകയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണത്തെയും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണത്തെയും, ഈ 2 ഭരണകൂടങ്ങളെ എത്രയും പെട്ടെന്ന് ഈ ഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ നമുക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ വോട്ടർമാരെ
പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 63,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചെങ്കിൽ ഇത്തവണ അത് 1,00,000 മുകളിലുള്ള വോട്ടിൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഭൂരിപക്ഷം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. വോട്ടർമാർ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനോടും കടുത്ത പ്രതിഷേധമാണ് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കാൻ കഴിഞ്ഞാൽ, വോട്ടർമാരെ സമീപിക്കാൻ കഴിഞ്ഞാൽ, വീടുകളിൽ 3-4 പ്രാവശ്യം ചെന്ന് അവരോട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ, നമുക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടു കൂടി അതിന്റെ സന്ദേശം, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം അത് താഴെത്തട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ഇത്തവണ നമുക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ മാവേലിക്ക് ജയിക്കാൻ കഴിയും. മാവേലിക്കര മണ്ഡലത്തിൽ ഈ സീറ്റ് എങ്ങനെയെങ്കിലും ഈ മണ്ഡലത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ അടവുകളും LDFും BJPയും ഫൈറ്റ് നോക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നമുക്കെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു, എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു, ഏതെല്ലാം നുണക്കഥകളാണ് അവർ പറഞ്ഞു വരുത്തിയത്. പക്ഷേ ഇവിടുത്തെ വോട്ടർമാർ, ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും ഒന്നും വീഴാതെ, അതൊന്നും വകവയ്ക്കാതെ തന്നെ നമ്മളെ ഹാട്രിക് വിജയം തുടർച്ചയായി 3 പ്രാവശ്യം ഈ നിയോജകമണ്ഡലത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ യാതൊരു സംശയമില്ല ജനങ്ങൾ വീണ്ടും ആവേശത്തോടു കൂടി, വോട്ടർമാർ വീണ്ടും വലിയ ആവേശത്തോടു കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പോക്കുന്ന നുണപ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങളെല്ലാം തന്നെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 15 വർഷക്കാലമായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി നിലയിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുമായി എങ്ങനെയാണ് ഇടപെടുന്നത്, ജനകീയ വിഷയങ്ങളിൽ എന്റെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന് നന്നായി അറിയാവുന്നവരാണ് ഈ നിയോജകമണ്ഡലത്തിലെ സമ്മതിദായകരും ഈ നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർ നിങ്ങളും. അതുകൊണ്ട് തന്നെ പാർലമെന്റിലായിരുന്നാലും പാർലമെന്റ് പുറത്തായിരുന്നാലും നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം, ഏതെല്ലാം തലത്തിൽ നമുക്ക് നമ്മുടെ പാർലമെന്റിന് അർഹതപ്പെട്ട വികസന പ്രവർത്തനം നേടിയെടുക്കാൻ കഴിയുമോ അത് നേടിയെടുക്കുന്ന ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. MP ഫണ്ടിന്റെ വിനിയോഗത്തെ കുറിച്ച് ആക്ഷേപം പറയുന്നവർ നമ്മൾ വെല്ലുവിളിച്ചു. നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോവാ, നിങ്ങൾ മാധ്യമങ്ങളിൽ മാത്രം പറഞ്ഞാൽ പോരാ, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ആരോപണം ഉന്നയിച്ചാൽ പോരാ, നിങ്ങൾ MP ഫണ്ട് ലാപ്സാക്കി എന്ന്, അല്ലെങ്കിൽ MP ഫണ്ട് ചെലവഴിച്ചില്ല എന്ന് നിങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്നേ വരെ ഒരു LDFകാരനും അതിന് തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നമുക്കെതിരെ ആരോപണം ഉന്നയിച്ച LDF നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. MP ഫണ്ട് ലാപ്സ് ആകത്തില്ല. MP ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തിയായ പ്രവർത്തികൾ, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, തുടങ്ങി വെച്ച പ്രവർത്തികൾ, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായുള്ള നിർമ്മാണ MP ഫണ്ടിന്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിർദ്ദേശിച്ച പ്രവർത്തികളിൽ ഏതാണ്ട് 60% പ്രവർത്തികളും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഏതാണ്ട് 30% പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 10% പ്രവർത്തികൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. ഒരു നയാ പൈസ നമ്മുടെ MP ഫണ്ട് ഈ ചെലവാക്കാതിരുന്നിട്ടില്ല, മുഴുവൻ തുകയും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചെലവാക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ചെലവാക്കാൻ. നമ്മൾ കൊടുത്ത ഒരുപാട് പ്രവർത്തികൾ ഇപ്പോൾ പെൻഡിങ്ങിലായിരിക്കുന്നു. കാരണം എന്താ? പൈസ തികയുന്നില്ല. പൈസ തികയാത്തോണ്ട് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ജയിച്ചു വരുമ്പോൾ ആ വർക്കുകൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ആവശ്യപ്പെട്ടവരെ സമാധാനപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് അതിന്റെ വസ്തുത. പക്ഷെ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, അത് പിന്നെ തല്ലിക്കൊല്ലുന്ന ഇടതുപക്ഷ മുന്നണിയുടെ കാലത്തെയും തന്ത്രം ഇത്തവണ മാവേലിക്കര മണ്ഡലത്തിൽ അവരെടുത്ത് പ്രയോഗിച്ചു. പക്ഷേ ശക്തമായ മറുപടിയിലൂടെ അവരിപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങൾ കടക്കുന്നില്ല. എന്ത് കാര്യത്തിലാണ് നമ്മളെ കുറ്റം പറയാൻ കഴിയുക? MP-യുടെ സാന്നിധ്യം ഒരു പഞ്ചായത്ത് മെമ്പറേക്കാൾ സാന്നിധ്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. MP-യുടെ ഓഫീസിൽ നിന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അത് ആ സേവനങ്ങൾ ലഭിച്ചിട്ടോ ഒരാൾ പോലും നമ്മളെ മറക്കുകയോ നമ്മളെ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്ന കാര്യവും ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടിയാണ്, വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്
4-ാം പ്രാവശ്യവും മാവേലിക്കരയിലെ വോട്ടർമാരെ സമീപിക്കുന്നത്. അന്തസ്സോടുകൂടി UDF പ്രവർത്തകന്മാർക്ക് വോട്ടർമാരെ സമീപിക്കാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ നടത്തി. 2018 പ്രളയം വന്നപ്പോൾ നമ്മൾ അതിന് മുന്നിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതുപോലെ 2021-22 കാലഘട്ടങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരെയും വിറങ്ങലിപ്പിച്ച, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ താളം തെറ്റിച്ച കോവിഡ് എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ വല്ലാതെ വിഷമിച്ചപ്പോൾ MP എന്നതിൽ ഞാൻ പുറകോട്ട് പോയില്ല. ആ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. നമ്മുടെ ആശുപത്രിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകി, ആംബുലൻസുകൾ നൽകി, വെന്റിലേറ്ററുകൾ നൽകി. അങ്ങനെ കോവിഡ് ബാധിച്ച കോവിഡിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രവർത്തനവും മുന്നിൽ നിന്നു. പഠിക്കാൻ സ്കൂളിലും കോളേജിൽ പോയി പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളുടെ വീടുകളിൽ TV, അതുപോലെ സ്മാർട്ട് ഫോണുകൾ, അതുപോലെ മരുന്നുകൾ, ഇതെല്ലാം നമുക്ക് എത്തിച്ചു കൊടുത്തു. പൊതിച്ചോറുകളും അതുപോലെ തന്നെ ആഹാരങ്ങളും ഭക്ഷണങ്ങളും നമ്മൾ എത്തിച്ചു കൊടുത്തു. നമ്മുടെ മണ്ഡലത്തിന്റെ പുറത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെല്ലാം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കേരളത്തിന് പുറത്ത്, നമ്മുടെ മണ്ഡലത്തിൽ കേരളത്തിന് പുറത്തും കോവിഡ് കാലത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ നമ്മൾ ഒരു ബുദ്ധിമുട്ടും കൂടെ തിരിച്ചു കൊണ്ടുവന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ അവിടെ അകപ്പെട്ടുപോയ നമ്മുടെ മണ്ഡലത്തിലുള്ള വിദ്യാർത്ഥികളെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നേതൃത്വപരമായി പങ്കുവഹിച്ചു. അങ്ങനെ പ്രതിസന്ധികളിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായി പരിഹാരം കണ്ടെത്തുകയും കൃത്യമായി അവർക്ക് MP-യുടെ സേവനവും നൽകിയ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും നമ്മൾ മത്സരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നുണപ്രചരണങ്ങൾ നടത്തിയാലും, എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെയും നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെയും ജനങ്ങൾ ഏൽപ്പിച്ച, വോട്ടർമാർ നമ്മളിൽ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യതയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ നിറവേറ്റിയതിന്റെ പേരിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷമാകട്ടെ BJP ആകട്ടെ, നമുക്കെതിരായി ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും, ഏത് തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞാലും അതിവിടെ ഏശില്ല, അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ, നിങ്ങളുടെ MP എന്ന നിലയിൽ 15 വർഷക്കാലം നിങ്ങൾക്ക് ഒരു തരത്തിലും ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാത്ത തരത്തിലാണ് ലോക്സഭാ അംഗമെന്ന നിലയിൽ ഞാൻ എന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ലോക്സഭയിലെ സീനിയർ അംഗമെന്ന നിലയിൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ പോട്ടെ സ്പീക്കർ പാനലിലും സ്പീക്കർ ഇല്ലാത്ത സമയത്ത് സഭയിൽ അധ്യക്ഷത വഹിക്കുന്ന ആ ചെയറിൽ ഇരിക്കുവാൻ, അതോടൊപ്പം തന്നെ ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയിൽ അംഗമാകാൻ, ലോക്സഭയുടെ കാര്യോപദേശ സമിതിയിൽ അംഗമാകാൻ സീനിയർ അംഗങ്ങൾ മാത്രം ഇരിക്കുന്ന അത്തരം മീറ്റിങ്ങുകളിൽ, അത്തരം കമ്മിറ്റികൾ മീറ്റിങ്ങുകളിലും മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രതിനിധിയായ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനായ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ്, മാവേലിക്കരയുടെ അഭിമാനവാദനമായ ഈ നാട് കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും സമ്മാനിച്ച കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല നമുക്ക് ആവേശം പകരാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ, നമുക്ക് എല്ലാവിധമായ പിന്തുണയും നൽകാൻ നമ്മളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞാനുമുണ്ട്. മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഞാനുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ നേതാവ് യോഗത്തിന്റെ അധ്യക്ഷൻ, UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ ഗോപൻ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, പാർലമെന്റിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനങ്ങളെല്ലാം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രിയങ്കരനായ മുൻ MLA ശ്രീ M. മുരളി, ശ്രീ കുറ്റിശ്ശേരി, ശ്രീ കോശി, ശ്രീ AB കുര്യാക്കോസ്, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ചാർജുള്ള അനു താജ്,
നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ KR മുരളീധരൻ, നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഹനീഫ മൗലവി, RSP നേതാവ് സന്നിക്കുട്ടി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ നിർണായകമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ UDF പ്രവർത്തകരായ നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെന്റ് അംഗം സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ചരിത്ര വിജയം നൽകാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുരേഷ് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചാൽ രാത്രി 12 മണി വരെ പത്തനാപുരം മുതൽ കുട്ടനാട് വരെയുള്ള ഈ വലിയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശ്രമരഹിതമായി നാടിൻ്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതിസന്ധികളും ദുഃഖങ്ങളും സന്തോഷങ്ങളിലും പങ്കാളിയാകുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഒരു പാർലമെന്റ് മെമ്പറെ പോലെയല്ല പ്രവർത്തിക്കുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നതാണ് സത്യം. അതിനിടയിലാണ് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യനിഷ്ഠയോടെ നടപ്പാക്കുന്ന ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ, നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീ സുരേഷിന് ഇത്തവണയും നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ശ്രീ സുരേഷിന് മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ചരിത്രപരമായ വിജയം നേടാൻ നമ്മളെല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദേശീയ തലത്തിലുള്ള വെല്ലുവിളികളെ നമുക്ക് ധീരമായി നേരിടണം. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ വാമൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 മുഖ്യമന്ത്രിമാരെ ഈ ഗവൺമെന്റ് ജയിലിലടച്ചു. ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത നിലയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ഒരു ഗവൺമെന്റാണിത്. ജനാധിപത്യത്തിൽ എന്തെങ്കിലും നമ്മളിത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. കേജ്രിവാൾ എന്ന 3ാം തവണ മുഖ്യമന്ത്രിയായ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ഇന്നലെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സൊറൻ, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു. ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത
സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ കാലുമാറുന്നു, BJP പോകുന്നു, മറ്റേ പാർട്ടി പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് പോകുന്നത്? രണ്ട് തരത്തിലാണ് ആളുകളെ കാലുമാറ്റുന്നത്. ഒന്ന്, അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാലുമാറുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ മാറുന്നതിൻ്റെ കാരണം അവരുടെ പേരിൽ EDയും CBIയും ഇൻകം ടാക്സും ചുമത്തുന്ന കേസുകൾ കൊണ്ടുപോകുന്നു. കാല് മാറിപ്പോകുന്ന പലരും ഞങ്ങളോട് പറയാറുണ്ട്, വേറെ ഒരു മാർഗമില്ല, ഒന്നിൽ ജയിലിൽ അല്ലെങ്കിൽ BJPയിൽ. ജയിലിൽ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് BJP ചേരുന്നു. അടുത്ത കാലത്ത് BJP ചേർന്ന ഒരു നേതാവ് എന്നോട് പറഞ്ഞു, സാറേ, ഇന്നിപ്പോൾ എനിക്ക് രാത്രി സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയും, ഒരു പേടിയുമില്ലാതെ ഉറങ്ങാൻ കഴിയും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കുന്നു. ആ കേസെടുത്ത ആളുകൾ BJP ചേരുമ്പോൾ അവരുടെ കേസ് ഇല്ലാതാകുന്നു, അഴിമതി ഇല്ലാതാകുന്നു, ആരോപണമില്ലാതാകുന്നു. BJP ഏതാണ്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം, മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന അജിത് പവാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെതിരായി 76,000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ബോംബെയിൽ അജിത് പവാർ MLA-മാരെ എല്ലാം കൂട്ടി മഹാവികാസ് അഘാഡിയുടെ സർക്കാരിനെ പൊളിച്ച് അപ്പുറത്ത് ചെന്നപ്പോൾ ഇപ്പോൾ അജിത് പവാറിന്റെ പേരിൽ ഒരന്വേഷണവുമില്ല. അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി, അദ്ദേഹത്തിന്റെ പേരിൽ ഒരന്വേഷണവുമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആപൽക്കരമായ ഒരു പ്രവണതയാണിത്. ഇപ്പൊ നിങ്ങൾ ഇലക്ഷൻ ബോണ്ടിന്റെ കാര്യം പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ ഇലക്ഷൻ ബോണ്ട് കൊടുത്ത ആളുകൾ? ഒന്നുകിൽ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി ആളുകൾ ഇലക്ഷൻ ബോണ്ടിൽ കോടികൾ കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ കമ്പനികളുടെ പേരിൽ EDയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ അന്വേഷണം നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടികൾ ഇലക്ഷൻ ബോണ്ടിൽ കൊടുക്കുന്നു. അപ്പൊ ചോദിക്കും, കോൺഗ്രസിന് ഇലക്ഷൻ ബോണ്ട് കിട്ടിയില്ലേ? കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആരെങ്കിലും കൊടുത്തു കാണും. നമ്മുടെ കയ്യിൽ ഭരണമില്ല, നമ്മുടെ കയ്യിൽ അധികാരമില്ല, അങ്ങനെ നമ്മൾ ആരെയും നിർബന്ധിച്ച് പണം വാങ്ങിയില്ല. പക്ഷെ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് മുഴുവൻ ആളുകളെ ഭീഷണിപ്പെടുത്തിയും കോൺട്രാക്റ്റുകൾ ഉറപ്പിച്ചു കൊടുത്തതിന്റെയും അടിസ്ഥാനത്തിലാണ്. എങ്ങനെ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും? നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇന്ന് നടത്തുന്ന ഭരണം റഷ്യയിൽ പുടിൻ നടത്തുന്ന ഭരണം പോലെയാണ്. റഷ്യയിലെ പുടിൻ നടത്തുന്ന ഭരണം പ്രതിപക്ഷമില്ലാത്ത ഭരണമാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഒരു വർഷം 43 വയസ്സേ ഉള്ളൂ, അയാളെ അറസ്റ്റ് ചെയ്ത് ഒരു ഐലൻഡിൽ കൊണ്ട് പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരിച്ച വാർത്ത പുറത്തു വരുന്നത്. മൃതദേഹം ഒന്ന് കാണാൻ ആ ഭാര്യ സമരം നടത്തേണ്ടി വന്നു. ഇന്ത്യയിൽ നരേന്ദ്രമോദി ഒരു പുടിനായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ഗ്യാരണ്ടികളാണ് പറയുന്നത്? ഈ ഗ്യാരണ്ടികൾ വല്ലതും നടപ്പാകുമോ? നേരത്തെ പറഞ്ഞ മോഡിയുടെ ഗ്യാരണ്ടികളൊന്നും നടപ്പായില്ല. ഒരു വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ആർക്കും തൊഴിൽ കിട്ടിയില്ല. കർഷകരുടെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, കർഷകർക്ക് നേരെ
പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിക്കുന്നു. 3 പേരാണ് കർഷകർ മരിച്ചത് ഹരിയാന ബോർഡറിൽ. മോഡിയുടെ മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും 35 രൂപയ്ക്ക് നൽകുമെന്ന്. എത്ര? 100 രൂപ കൂടി. മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിയുടെ വില 1100 രൂപ, 400 രൂപ. മോഡി ഭരിക്കുമ്പോൾ ഇപ്പോൾ 1200, 1100. ഇതാണ് മോഡി നൽകിയ ഗ്യാരണ്ടി. മറ്റൊരു വലിയ ഗ്യാരണ്ടി നൽകിയിരുന്നു. ഇന്ത്യൻ വംശജരായ ആളുകളുടെ കള്ളപ്പണം വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നു. ഞാനത് പിടിച്ചുകൊണ്ടുവന്ന് കണ്ടെടുത്ത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇട്ടുതരുമെന്ന് പറഞ്ഞു. വർഷം 10ആയി. ഈ ഗ്യാരണ്ടികൾ ഏതെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞോ? ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുക, ഈ ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണം അവസാനിക്കണം. ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാകണം. ആ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. അവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ എന്ത് പ്രയോജനം? ഈ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് തന്നെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ്. ഇത്തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമില്ല. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വോട്ടുകൾ വോട്ട് വാങ്ങിയെടുക്കുകയും ആളുകളെ ജയിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ CPM ഒരു പ്രാദേശിക പാർട്ടിയായി മാറാൻ പോകുന്നു. ഇവിടെ മത്സരിക്കുന്ന CPIക്കാർക്ക് ദേശീയ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെട്ട പാർട്ടിയാണ്. അവർ സ്റ്റേറ്റ് പാർട്ടിയാണ്. ഇത്തവണ അതുകൊണ്ട് തന്നെ 20-ൽ 20 സീറ്റും UDF നേടുമ്പോൾ CPM ഒരു സംസ്ഥാന പാർട്ടിയായി മാറാൻ പോകുന്നു. CPIക്ക് സ്റ്റേറ്റ് പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും. CPIക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടും. അടുത്തവണ മത്സരിക്കുമ്പോൾ ഈ അരിവാളും നെൽക്കെതിരൊന്നും അവർക്ക് ചിഹ്നമായി കിട്ടുകയുമില്ല. സ്വന്തം മേൽവിലാസം സംരക്ഷിക്കാനാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആര് ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യും? ആര് LDF നോട്ട് ചെയ്യും? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് 18 ഗഡു DA കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. 52 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾക്ക് 8 മാസമായി പെൻഷൻ കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തു എന്നുള്ളത് കൊണ്ട് നക്കാപ്പിച്ച പോലെ 1 മാസത്തെ ശമ്പളം പെൻഷൻ കൊടുക്കുകയാണ്.
കഴിഞ്ഞോ? ആരാണ് ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യുന്നത്? ആർക്കാണ് LDF നോട്ട് ചെയ്യാൻ തോന്നുന്നത്? മാവേലി സ്റ്റോറിൽ പോയാൽ സാധനങ്ങളില്ല, റേഷൻ കടയിൽ പോയാൽ POS മെഷീൻ കേട്, നെല്ല് കൊടുത്താൽ നെല്ലിന് പണം കിട്ടാത്ത അവസ്ഥ. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ LDFന് എന്ത് നോട്ട് ചെയ്യണം? ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു. ട്രഷറിയിൽ 5 പൈസയില്ല, പൂച്ച പെറ്റ് കിടക്കുകയാണ് ട്രഷറിയിൽ. ഇതുപോലെ ഗതികേടുണ്ടായ ഒരു കാലം കേരളത്തിനുണ്ടായിട്ടില്ല. എന്നിട്ട് ഒരു മര്യാദയുമില്ലാതെ നവകേരള സദസ് നടത്തുകയാണ്. നവകേരള സദസ് നടത്തിയത് നന്നായി. കാരണം അതിനകത്ത് 10-15 ലക്ഷം ആളുകളുടെ പരാതി കൊടുത്തു. ഒന്നിനും പരിഹാരമില്ല. മുഖാമുഖം നടത്തി, ഒരു പ്രയോജനവുമില്ല. മുഖ്യമന്ത്രി എത്ര വിചാരിച്ചാലും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഈ അമർഷത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് UDFനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ അതുകൊണ്ട് വീട് വീടാന്തരം കയറി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ചരിത്രപരമായ വിജയം വൻപിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ബഹുമാന്യരെ, അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ഒരു അനൗൺസ്മെൻ്റ് നടത്തുക. നമുക്കിന്ന് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് CPMൻ്റെ നേതാവായി കണ്ണൂരിൻ്റെ ജില്ലാ പഞ്ചായത്ത് ആയി പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീമതി മുംതാസ് ബീഗം നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുകയാണ്. ശ്രീ മുംതാസ് ബീഗത്തെ കയ്യടിയോടുകൂടി നമുക്ക് ഈ സ്റ്റേജിലേക്ക് കയറ്റാം. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിയിലേക്ക് ശ്രീ മുംതാസ് ബീഗത്തെ സ്വാഗതം ചെയ്യുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആദരണീയയായ ശ്രീമതി മുംതാസ് ബീഗത്തിനെ ക്ഷണിച്ചു വന്നു. മുൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കൂടിയായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ. ഒരുപാട് പദവികളുണ്ട്, അതുകൊണ്ട് പറയാം. വേദിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെ,
ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ, സദസ്സിലെ കോൺഗ്രസ് പ്രവർത്തകരെ, എന്നെ സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജകമണ്ഡലം, പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, അതായത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ മണ്ഡലം, അവിടെ കഴിഞ്ഞ 38 വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. ഒപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ സഹകരണ സംഘം പ്രസിഡന്റ്, കില ഫാക്കൽറ്റി, ബാങ്ക് ഡയറക്ടർ, എക്സ്ട്രാ. നിങ്ങൾ വിചാരിക്കും ഈ കഴിഞ്ഞ 38 വർഷക്കാലവും കണ്ണൂർ ജില്ലയിൽ, എന്നാൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഇടതുപക്ഷത്തിൻ്റെ അക്രമ രാഷ്ട്രീയം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. നമ്മുടെ നാട്ടിൽ ഡെയിലി കോഴിയെയും പോത്തിനെയും ആടിനെയും ഒക്കെ വെട്ടുന്നത് പോലെയാണ് കണ്ണൂരിൽ മനുഷ്യനെ പച്ചയ്ക്കോടെ വെട്ടിക്കൊല്ലുന്നത്. ആ കാഴ്ച നമ്മുടെയൊക്കെ ഹൃദയത്തെ കീറി മുറിക്കുന്ന രീതിയിലുള്ളതാണ്. അതെനിക്കൊട്ടും താങ്ങുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് ആകാശത്തു നിന്ന് പൊട്ടി വീണതുപോലെ പെട്ടെന്ന് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളല്ല. കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഈ അമർഷമെല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് എൻ്റെ ജോലി, അതായത് എൻ്റെ ടീച്ചർ എന്ന റിട്ടയർമെൻറ്റ് അവസാനിപ്പിക്കുവാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു കണ്ണൂരിലെ പേരാവൂരിൽ. വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ജന്മനാടായ ആദിക്കാട്ടുകുളങ്ങരയിൽ തിരിച്ചെത്തി. എൻ്റെ തറവാട്ടിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. കാരണം പാകതയും പക്വതയും എത്തിയ ഒട്ടനവധി നേതാക്കൾ ഈ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു. എന്നാലാവുന്നത്, എന്നെക്കൊണ്ട് കഴിയുന്നതെന്തും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ, നമ്മുടെ കേന്ദ്രത്തിൽ വീണ്ടും UDF ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവരുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് എന്തും ഞാൻ ചെയ്യും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സപ്പോർട്ടും